വിവാദ പരാമർശത്തിൽ ജി സുധാകരനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. തപാൽ വോട്ടിൽ കൃത്രിമം കാണിച്ചെന്ന പരാമർശത്തിലാണ് ജി സുധാകരനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഒരുപാട് പോസ്റ്റർമാരുണ്ട് സാറിന്. അപ്പോൾ എല്ലാം DC ഓഫീസിൽ ഞങ്ങൾ ഒട്ടിക്കാനൊന്നും പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായോ? അതൊക്കെ തെറ്റായ കാര്യമാണ്. NG യൂണിയനിൽ പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയിൽ ഏത് പാർട്ടിപ്പെട്ടവരും ചേരാം. പക്ഷെ ഒട്ടിച്ച് തന്നാൽ ആരും അറിയില്ല. എന്ത് കരുതരുന്ന പാർട്ടിയിൽ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരിച്ച് എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരിച്ച് ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആണ് ദേവദാസിൻ്റെ. ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളിട്ടു. ഒരുപാട് ഡി ബിനോയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബിനോയ്, സംഭവം ഗൗരവമുള്ളതാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി അധികൃതർ നിർദ്ദേശപ്രകാരം സ്വീകരിക്കേണ്ട നടപടികൾ? അതീവ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. പല മാധ്യമങ്ങളിൽ നിന്നും ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ടെലിഫോൺ സന്ദേശങ്ങൾ തനിക്ക് ലഭ്യമായിരുന്നു. വളരെ താമസം കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളെക്കുറിച്ചുള്ള വ്യക്തമായ പത്രക്കുറിപ്പ് പുറത്തു വരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ജി സുധാകരൻ കൃത്യമായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം NGO യൂണിയൻ്റെ ഒരു സമ്മേളനം ആലപ്പുഴയിൽ നടന്നിരുന്നു. അവിടെ വെച്ച് ഈ NGO സമ്മേളന വേദിയിൽ വെച്ചാണ് 1989 കെ വി ദേവദാസ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് പോസ്റ്റൽ വോട്ടുകളിൽ താൻ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയത്. അത് പലപ്പോഴും സംസ്ഥാന ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഭരിക്കുന്ന മുന്നണിക്കോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കോ കാര്യമായ ഒരു പരിഗണന ലഭിച്ചിരുന്നില്ല വോട്ടിലൂടെ. അതുകൊണ്ട് തന്നെയാണ് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തിരുത്തുന്നതിന് വേണ്ടിയുമാണ് ഇത്തരത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ തുറന്ന് ഇങ്ങനെ വോട്ട് തിരുത്തുക എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ കേസ് വന്നാലും ഒരു പ്രശ്നവുമില്ലാത്ത തരത്തിലായിരുന്നു ഒരു പ്രസ്താവന പുറത്തു വന്നത്. അത് പിന്നീട് വലിയ തരത്തിൽ ചർച്ചയാവുകയും മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയായ സംസ്ഥാന ചുമതലയുള്ള രക്തൻ കേൽക്കറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം തന്നെയാണ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 1951 ജനാധിപത്യ നിയമം 136, 128 വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് കേസെടുക്കാനാണ് നിലവിൽ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹമാണ് ജില്ലാ വരണാധികാരി. ഇതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തും. മാത്രവുമല്ല 1961 തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം കൂടിയാണ്. അതായത് ഒരാൾ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ ചുമതലയാണ്. അത്തരത്തിൽ അയാളുടെ വോട്ടിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുന്ന തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു ക്രമക്കേടായി കാണുകയും ഒപ്പം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമായി കാണുകയും ചെയ്യും. ഇതെല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു കേസെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി അനന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് ജില്ലയിലെ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് വരും മണിക്കൂറിൽ നമുക്ക് അറിയുവാൻ കഴിയും. കാളിദാസ്. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.